പിന്നെ പുതിയൊരു വിശേഷം കൂടെ ഉണ്ടല്ലോ, പൂവ് ബൈ സൗഭാഗ്യ. ഞാൻ കണ്ടായിരുന്നു, ഫാഷൻ ഷോ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേയുടെ അന്നാണ് നമ്മൾ ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. അന്ന് ഇതുപോലെ ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാവരും എങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കിഡ്സ് റാംബോക്ക് പോലെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. തോന്നുന്നു അവിടെ വന്നിട്ടാണ് കുട്ടികളൊക്കെ വെച്ച് കൊറിയോഗ്രാഫ് ഒക്കെ ചെയ്തത് തന്നെ. കൊറിയോഗ്രാഫ് പക്ഷെ സെറ്റ് ആയിരുന്നു, നല്ല. ഇപ്പൊ ഈ പൂവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തുടങ്ങാനായിട്ട് ലൈക്ക് പെട്ടെന്ന് ചേച്ചി തുടങ്ങിയതാണോ, അത് ഓൾറെഡി ചേച്ചിക്ക് മൈൻഡിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്? അതിന് മുന്നേ ഞാൻ പറയായിരുന്നു ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ. പക്ഷെ അതെല്ലാം റെഡിയായി വരാൻ ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. എങ്ങനെയാണ്, ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ? ഓൺലൈൻ ആയിട്ടാണ്. ഓൺലൈൻ ആണ്. അപ്പൊ എങ്ങനെയുണ്ട് സെയിൽസ് ഒക്കെ, എങ്ങനെയുണ്ട് തുടക്കം, എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു, ഗുഡ് റെസ്പോൺസ് ആണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ഒരു ഇതായിട്ട് പോവായിരിക്കും. നമ്മുടെ കുട്ടി തന്നെയാണോ മോഡൽ അതിന്റെ? തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് തുടക്കം. അതെ. ആണോ? ആണോ, താങ്കളാണോ മോഡൽ? പൂവ് ബൈ സൗഭാഗ്യം ഒന്ന് പറഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തേ. അമ്മ എന്താ തുടങ്ങിയ പുതിയതായിട്ട്? ഇന്ന് വന്നേ ചോദിക്കട്ടെ. ഒന്ന് പറഞ്ഞ ആൾക്കാരടുത്ത് പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞു കൊടുത്തേ. വേറെ പ്രൊമോഷൻ ഇനി കിട്ടാനില്ല. ഫോളോ ചെയ്യണേ എല്ലാരും പറയില്ലേ? ഞങ്ങള് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞേ. എന്താ പറഞ്ഞോള്? ഫോളോ ചെയ്യണേ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയുന്ന പോലെ പറയോ? ഞങ്ങള് അവിടെ നോക്കിട്ട് പറയും. ഞങ്ങള് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പേരാണ് പൂവ് ബൈ ആരാ? അവിടെ നോക്കിട്ട് പറയൂ. പൂവ് ബൈ സൗഭാഗ്യ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. നിങ്ങൾക്ക് ഞാൻ ഫ്രീ പ്രൊമോഷൻ ചെയ്തു തന്നെ. ഓക്കെ, ഇരുന്നോ, അവിടെ ഇരുന്നോ. ഓക്കെ, എനിക്ക് ചേട്ടൻ എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഞാൻ 6 മാസം ഒരു ഇന്റർവ്യൂ കൊടുത്തത്, എനിക്ക് പുതിയതായിട്ട് ഇപ്പൊ വിശേഷങ്ങളൊന്നും ഇല്ലാതെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളെ ഫാമിലി കാര്യങ്ങൾ അറിയാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതുകൊണ്ടായിരിക്കും എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ഇന്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാം. എനിക്കൊന്ന് ചേച്ചി എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള യൂട്യൂബിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കൊന്നും നിങ്ങളുടെ സംസാരമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു യൂണിറ്റി ആണോ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചേച്ചി വേറൊരു ലെവലിലാണ് ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചേട്ടൻ്റെതായിട്ടുള്ള ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോൾക്ക് മോളുടേതായിട്ടുള്ള രീതിയിലുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ്? അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഒരു ഇതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നു എന്ന് പറയും. ഹാൻഡ്ലിങ് ലെവലിലോട്ട് നമ്മൾ അത്രയും ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന റെസ്പോൺസ്, ഫാൻ ഫോളോയിങ് ഒക്കെ വളരെയധികം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകും. ഈ വീട്ടുജോലികളൊക്കെ ചേച്ചി ഇങ്ങനെ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇഷ്ടപ്പെട്ടങ്ങ് ചെയ്യുന്നതാ. എനിക്ക് ഇഷ്ടമല്ലാത്ത 1000 ജോലിയുണ്ട്. ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഈ കാണിക്കുന്നതെല്ലാം ചേച്ചി എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇപ്പൊ എല്ലാരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊന്നും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ സാധിക്കും. ഇഷ്ടമല്ലാത്ത ജോലി ആയതുകൊണ്ട് അവർക്ക് ഇപ്പൊ എന്റെ അടുത്ത് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാനും അതുപോലെ തലേ കൈ വയ്ക്കും. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴേക്കും ഇത് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ചേച്ചി ഇരിക്കാറില്ലേ? എങ്ങനെയാ? ഇരിക്കാറൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ഇരിക്കുന്നത് ഒരു വീഡിയോയിൽ എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് നിങ്ങൾ പ്രൊഡ്യൂസർ വിളിച്ച് ചോദിച്ചെന്തോന്നറിയാമോ? നിങ്ങളുടെ കാള ഇവിടെ ഉണ്ടോ, അതോ നമ്മള് മറ്റേ റെന്റിനെടുത്ത ആളിന്റെ വീട്ടിൽ പോയിരിക്കണമെന്നാണ്? നിങ്ങൾ പൊങ്കലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയാ അങ്ങനെ ഒരു ഐഡിയ ഒക്കെ പോകുന്നത്? അതായത് പൊങ്കൽ ഇതിന് മുന്നേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ, പക്ഷെ മാട്ടുപൊങ്കൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പൊങ്കൽ നമ്മൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യും, പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മാട്ടുപൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ കാള ഉണ്ടല്ലോ. ഇത് അതിന് മുന്നേ മേടിച്ചതല്ലേ? അത് പൊങ്കലൊക്കെ വരുന്നതിന് മുന്നേ കഴിഞ്ഞ പൊങ്കൽ കഴിഞ്ഞതും വാങ്ങിച്ചതാണ്. ഓക്കെ. അപ്പം ഈ പുതിയ ആളുടെ വരവോട് കൂടിയുള്ള ഒരു സെലിബ്രേഷൻ ആണോ ഈ പൊങ്കല് ഉദ്ദേശിച്ചത്? അല്ല, മാട്ടുപൊങ്കൽ നമ്മളെ ഇവിടത്തെ പോലെയല്ല. സൗഭാഗ്യ തമിഴാണ്, മലയാളിയല്ലേ. അപ്പം അവിടെ തമിഴ്നാട്ടിൽ മാട്ടുപൊങ്കലുണ്ട്. ആ മാട്ടുപൊങ്കലാണ് ജല്ലിക്കെട്ടൊക്കെ നടത്തുന്നത്. അപ്പൊ അത് അന്ന് കാളെ പൂജിക്കും എല്ലാവരും. അപ്പം തമിഴ്നാട് ഫുൾ അങ്ങനെ ഇല്ലെങ്കിലും വളരെ കാര്യമായിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ പശുവിനെ അല്ലെങ്കിൽ കാളെ വളർത്തുന്ന പോലെ അല്ല തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ നോർത്തിലോട്ടൊക്കെ അങ്ങനെ ചെയ്യണം. അവർ കുറെ കൂടെ ഭയങ്കര ഡിവൈനായിട്ടൊക്കെയാണ് വളർത്തുന്നത്. സൗഭാഗ്യ മാട്ടുപൊങ്കലിന്റെ കാര്യം സൗഭാഗ്യ ത്രൂ ആണ് ഞാൻ അറിയുന്നത്. നമുക്കിവിടെ ആറ്റുകാൽ പൊങ്കാല മാത്രമേ അറിയാവൂ. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. നിങ്ങളുടെ ആൾക്കാർ ചോദിച്ചോലെ നമുക്കിതിപ്പം സൗഭാഗ്യം നേരത്തെ ചോദിച്ചില്ലേ ഇങ്ങനെ എൻജോയ് ചെയ്താണോ ചെയ്യുന്നതെന്ന്. അത് എൻജോയ് ചെയ്താലും എൻജോയ് ചെയ്ത് വളർത്തിയാൽ മാത്രമേ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ. ഈ
വളർത്തലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നാണ്. എൻ്റെ വീട്ടിൽ കുറേ പശുക്കളും കാളയായിട്ട് നമ്മൾ ജീവിച്ചല്ല, അഞ്ജുവിന് അറിയായിരിക്കും. അതുപോലെ തന്നെ സൗഭാഗ്യ വീട്ടിൽ ഇങ്ങനെ കാളയും പശുവായിട്ട് നമ്മൾ ജീവിച്ചു വരുന്നല്ല. നമുക്കിതൊക്കെ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങിച്ച് വളർത്തുന്നത്. അപ്പോൾ നമുക്ക് പല മിസ്റ്റേക്കുകളും ഉണ്ടാവും, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. എനിക്കിങ്ങനെ ആനിമൽസിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സൗഭാഗ്യം അതുപോലെ ആയതുകൊണ്ട് നമുക്ക് വളർത്താൻ പറ്റുന്നു. സൗഭാഗ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൗഭാഗ്യക്ക് പകരം വേറൊരാൾ ചെയ്താൽ നമുക്ക് ഈ കാളെ പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. കാള നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ജീവിയാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പോയിന്റിൽ പോയി പിടിച്ചുകൊണ്ട് നിർത്തിയൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. എങ്കിൽ അത് ഇടിച്ചു എവിടെയും കളയും. ജല്ലിക്കെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അവരെ വളർത്തുന്ന ട്രെയിൻ ചെയ്യാനൊക്കെ വേറെ രീതിയിലാണ്. അർജുൻ ചേട്ടനെ കാണുന്ന സമയത്ത് ലൈക്ക് ഇവരുടെ വീട്ടിലൊരു പെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരു വീട് ഫുൾ ഒരു അന്ന് ഒന്നല്ല അത്, അന്ന് ഡോഗ് ഉള്ളതുകൊണ്ട് നിങ്ങളാരും വീട്ടിൽ വരാത്തോണ്ടാണ്. അന്നും ബേർഡ്സും പിന്നെ ബേർഡ്സ് ഉണ്ട്, അന്നേ ക്യാറ്റ് ഉണ്ട്. ക്യാറ്റ്സ് ഉണ്ട്, അറിഞ്ഞൂടി അപ്പുറത്ത് വന്നോണ്ടിരുന്ന ഓറിയോ ഒക്കെ അറിഞ്ഞൂടി. അങ്ങനെ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങൾ ഇപ്പൊ ഈ വീട്ടിൽ കാണുന്ന പോലത്തെ ഒന്നും അന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെറ്റ് ലവർ ആണ് എന്നുള്ളത് കുഞ്ഞിലെ അറിയുന്ന കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ചേട്ടന് ഇത്രയും രീതിയിൽ ഓരോ ലൈക്ക് ഈ പറയുന്ന പോലെ ഓരോ വർഷം ഓരോ അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇന്ന് ഞാനാണ് ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ, ഇതാണ് അമ്മ ഇവിടുത്തെ. അപ്പം നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ വളർത്തും. അതാണ് സംഭവം. നമുക്ക് പണ്ടേ ഇഷ്ടമാണ്. അന്ന് വീട്ടുകാരുടെ കൂടെ നിൽക്കുമ്പോൾ വീട്ടുകാർക്ക് അത് സമ്മതിക്കൂല. അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ലല്ലോ വീട്ടിലുള്ളത്, വേറെ ആൾക്കാരില്ലേ. അപ്പം എല്ലാവരുടെയും സൗകര്യം നോക്കണം. അങ്ങനെ ചേച്ചി ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ടിക്ടോക്ക് സ്റ്റാർ എന്നുള്ള ഒരു ലേബൽ മുതലാണ് കണ്ടു തുടങ്ങുന്നത്. ഇപ്പൊ ചേച്ചി ആ ലൈഫ് മിസ് ചെയ്യാറുണ്ടോ? ആ പണ്ട് ഇങ്ങനെ ഇല്ല അത് ഓർക്കാറുണ്ടോ എന്ന് ആരെങ്കിലും ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ഞാനും അറിയാം. അതൊരു പീരീഡ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഫെയിം കൊണ്ട് തന്ന ഒരു പീരീഡ്. ഡബ് സ്മാഷ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ടിക്ടോക്ക്, അതാണ് ഡബ് സ്മാഷ് ക്വീൻ അങ്ങനെയായിരുന്നു തുടങ്ങിയത്. ആ ഡബ് സ്മാഷിന് പിന്നെ മ്യൂസിക്കലി ടിക്ടോക്ക് അങ്ങനെ വന്ന ആ ഒരു പീരീഡ് ആണ് എനിക്ക് ഫെയിം ഉണ്ടാക്കി തന്നത്. ആ ഫെയിമിലാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, ചേച്ചിയെ പോലെ അത്രയും കറക്റ്റായിട്ട് ഇങ്ങനെ ഡബ് ചെയ്ത് ചെയ്യുന്ന ഒരാൾ എനിക്കൊന്ന് അന്ന് നിങ്ങളെ പോലെ കുറച്ച് പേരുണ്ട്. ഒരു വളരെ ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി. പക്ഷെ അന്ന് ചേച്ചിയെ പോലെ ഒരു 2-3 പേര് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഉണ്ടായിരുന്നിരിക്കും കേട്ടോ. പക്ഷെ സോഷ്യൽ മീഡിയ ഫേസ് ചെയ്യാനുള്ള ഫിയർ കാരണം ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. ഗട്ട്സ് ഉള്ള കുറച്ച് പേരാണ് അന്ന് വീഡിയോ ഇട്ട് തുടങ്ങിയത്. വീഡിയോ ഇടുമ്പോൾ അറിയാലോ, പണ്ടൊക്കെ ഇതിന്റെ 100 ടൈംസ് ഉണ്ടായിരുന്നു. ബുള്ളിങ്ങും ഇതൊക്കെ ഹറാസിംഗ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. ചേച്ചി അന്നും ഫേസ് ചെയ്തിരുന്നോ? പിന്നെ ചവറ് പോലെ അങ്ങ്. പക്ഷെ കമന്റ്സ് ഒന്നും നോക്കാതെ കൺസിസ്റ്റൻസിയിലാണ് ഫെയിം ബിൽഡ് ചെയ്തെടുത്തത്. കമന്റ് ചെയ്തോണ്ടിരുന്നവർ ഇപ്പോഴും അവിടെ ഉണ്ട്. ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അത് മൈൻഡ് ചെയ്യാതെ വീഡിയോ ചെയ്തവരെല്ലാരും ഇന്ന് നല്ലൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്, സോഷ്യൽ മീഡിയ വൈസ് നോക്കുമ്പോൾ. മനസ്സിലായി. ചേച്ചി എന്താ പഠിച്ച എഡ്യൂക്കേഷൻ ഒക്കെ എന്തായിരുന്നു? ഞാൻ ഡിഗ്രി PG എല്ലാം ഡാൻസിലാണ് ചെയ്തത്. MG യൂണിവേഴ്സിറ്റി RLV കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ്. അതിനുശേഷമാണ് ഡാൻസ് സ്കൂളായിട്ട് അങ്ങ് തുടങ്ങുന്നത്. ഡാൻസ് സ്കൂൾ നമുക്ക് അതിന് തൊട്ട് 7th സ്റ്റാൻഡേർഡ് തൊട്ടേ എനിക്ക് എൻ്റെതായ ബാച്ചൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെതായ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് തുടങ്ങി എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. എന്നെ അർജുൻ ചേട്ടനാണ് എന്നെ സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിച്ചത് മുമ്പ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് ആയപ്പോൾ അമ്മ ഇങ്ങനെ, മുമ്പ് ബോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ജോലിയൊക്കെ ആയി പോയതിന് ശേഷം നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ സിനിമാറ്റിക് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നോ പഠിപ്പിക്കുന്നോ എന്ന് ഇങ്ങനെ അമ്മ ചോദിച്ചു. അപ്പോൾ അർജുൻ ചേട്ടൻ പഠിപ്പിച്ച ലെസൺസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അന്നൊരു 40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ബാച്ചിൽ. അങ്ങനെ ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചെന്ന സ്റ്റെപ്സ്, ചേട്ടൻ പഠിപ്പിച്ചെന്ന സോങ്സ് ഒക്കെയാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ സ്ലോലി സിനിമാറ്റിക് എന്ന് മാറി സിനിമാറ്റിക്കും ക്ലാസിക്കലും. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അറിഞ്ഞപ്പം. കാര്യം ഞാനല്ലായിരുന്നു അവിടെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആള്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോഴും വേറെ ഡാൻസ് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, വേറെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, വേറെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ചെയ്ത ഡാൻസ് അല്ലാതെ ഞാൻ പറഞ്ഞ ഡാൻസൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ടീച്ചറിൻ്റെ മോളല്ലേ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത്രയും പേര് വേറെ ആൾക്കാർ കോറിയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ചൊരു ഡാൻസാണ് അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സൗഭാഗ്യം എനിക്ക് കാണിച്ചു. സൗഭാഗ്യം എന്ന ഡിഗ്രിയൊക്കെ ആയി. അപ്പോൾ ഞാൻ സൗഭാഗ്യ 7th ആയപ്പോൾ ഞാൻ നിർത്തിപ്പോയി. 7th 8th ആയപ്പോൾ പോയെന്നുണ്ടല്ലേ. 7th 8th ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. ഞാൻ അപ്പോഴത്തേക്ക് ടെക്നോ പാർക്കിൽ കയറി. എൻ്റെ സൗഭാഗ്യ ഫോണിലൊക്കെ വിളിക്കുമ്പോൾ സൗഭാഗ്യ ടീച്ചറിൻ്റെ കോൾ എടുക്കുമ്പം ടീച്ചറുണ്ടോ സൗഭാഗ്യം എന്നൊക്കെ ചോദിക്കണ ഇതേ ഉള്ളൂ. അല്ല അങ്ങനെ പിന്നീട് ഞാൻ ഒരുപാട് ഡിഗ്രി കഴിഞ്ഞാണ് കാണുന്നത്. ഈ എൻ്റെതായ ക്ലാസ് ഒക്കെ സ്റ്റാർട്ടിന് ശേഷം പിന്നെ ഒരിക്കൽ അർജുൻ ചേട്ടൻ ഇങ്ങനെ അമ്മയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ കൊറിയോഗ്രാഫ് ചെയ്തൊരു സോങ് ഇങ്ങനെ കളിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ചേട്ടനെ. അപ്പോൾ ചേട്ടൻ കൊള്ളാന്നൊക്കെ പറഞ്ഞു. അന്ന് അന്യനില് കണ്ണും നോക്കിയ, അതാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇടുന്ന ഒരു സോങ്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ 7th സ്റ്റാൻഡേർഡ് തുടങ്ങി ഞാൻ ഈ ഡാൻസ് ക്ലാസ്സിൽ പഠിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞിട്ടാണ്, അമ്മ
7th സ്റ്റാൻഡേർഡ് തുടങ്ങി ക്ലാസ് എടുത്തു തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ എനിക്കും ഞാൻ 7th പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് എൻ്റെതായ ഒരു ഇൻകം എനിക്ക് പഠിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ താരകെല്ലാം നമ്മുടെ രണ്ട് ഫാമിലിയുടെ ഒരു കോമൺ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലോ ഡാൻസ് കളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് ഒന്നും ചെയ്യില്ല. അപ്പം ടീച്ചറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു +1 പോകുന്നത്. അല്ല 10ാം ക്ലാസ് തൊട്ട് പോയി +1 തൊട്ട് പ്രോഗ്രാം തുടങ്ങി. 10th വന്നു. അപ്പം +1 തൊട്ട് എനിക്ക് ഇൻകം വന്നത് എൻ്റെ അടുത്ത് വീട്ടിൽ അവിടെ പൈസ അവിടെ കയ്യിൽ വെക്കണ്ട, അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളുണ്ടാകുന്ന പൈസ നമുക്ക് എടുക്കാം. അതുപോലെ സൗഭാഗ്യം അങ്ങനെ ഒരു ഇതുണ്ട്. 7th സ്റ്റാൻഡേർഡ് സൗഭാഗ്യം എടുക്കുന്ന ബാച്ചിൻ്റെ പൈസ സൗഭാഗ്യയുടെ പൈസ ആയിട്ട് എൻ്റെ ടീച്ചർ വെച്ചു. അപ്പം നമുക്കൊരു അങ്ങനെ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഒക്കെ നമുക്ക് അന്ന് വരും. മനസ്സിലായില്ലേ?